SSLC പരീക്ഷ പൂർത്തിയായിരിക്കുന്നു. വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി പൂർത്തിയാക്കിയതിനു ശേഷം പുറത്തേക്ക് പോകുന്നു. അത് പുറത്തേക്ക് ഇറങ്ങിയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു ടി ബാബു, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഒരു വലിയ ഘട്ടം കഴിഞ്ഞു. അതിൻ്റെ ആശ്വാസത്തോടു കൂടി ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇറങ്ങുകയാണ്. പണ്ടുകാലത്തെ മഷിപ്രയോഗങ്ങൾ അടക്കം പരീക്ഷ കഴിയുമ്പോൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ എനിക്കൊന്ന് പേരൻറ്റ് ടീച്ചർ അസോസിയേഷൻ അടക്കം വലിയ കരുതലോടുകൂടി വലിയ കർശനമായ നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുജു ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഏത് സ്കൂളിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്? സിജു, ഞാനിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട അടൂർ ഗവൺമെൻറ് ബോയ്സ് സ്കൂളാണ്. സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഈ സ്കൂളിലും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയിട്ട് നമുക്ക് വിദ്യാർത്ഥികളിലേക്ക് പോകാൻ സാധിക്കുന്നത്. അടൂർ DYSP ഇവിടെ വിദ്യാർത്ഥികളെ കാത്തു നിൽപ്പുണ്ട്. അതുപോലെ റിട്ടയർഡ് SP ഉൾപ്പെടെയുള്ളവരുണ്ട്. സാറേ, കൃത്യമായൊരു സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ പോലീസും ഒരുക്കുന്നുണ്ട് ഇത്തവണ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ തന്നെയും പറഞ്ഞ ആളുകളെ നമ്മൾ ഒത്തിരി പേടിപ്പിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിയുമ്പോഴും +1 കഴിയുമ്പോഴും +2 കഴിയുമ്പോഴും ഒക്കെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സംഘർഷങ്ങളും ഇഷ്യൂസും ഉണ്ടാകും എന്നുള്ളൊരു ഭയം രക്ഷിതാക്കളിലും അധ്യാപകരിലും പോലീസിനിടയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാരണവശാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. സിജുവിൽ ആദ്യം ആ സന്ദേശത്തിലേക്ക് പോയെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. വിദ്യാർത്ഥികൾ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് അവർ ഓട്ടോഗ്രാഫ് എഴുതുന്ന ഒരു തിരക്കിലാണ് വിദ്യാർത്ഥികൾ. നമുക്ക് ആ ക്ലാസ്സിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ക്ലാസ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഇറങ്ങി വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതിൽ അവരുടെ SSLC പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ്. മോനെ, പരീക്ഷ കഴിഞ്ഞു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? അടിപൊളിയായിരുന്നോ? നല്ല എക്സാം ആയിരുന്നു. എല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റി. കുഴപ്പമില്ല. ഇവിടെ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് പോകാം. ഇവര് എങ്ങനെയുണ്ട് മോനെ പരീക്ഷ? സൂപ്പറായിരുന്നു. നല്ല പരീക്ഷയായിരുന്നു. നല്ല പരീക്ഷ. ഓട്ടോഗ്രാഫ് ഒക്കെ ആയിരുന്നു ഒരു പുതിയ പരിപാടിയില്ലേ? ഓട്ടോഗ്രാഫോ? റാണി മാം, കൗൺസിലിംഗ് ടീച്ചർ. ഒന്നുമില്ല, നല്ല അവസാനം വിഷമം കൊണ്ടുപോകുന്നതിന്. അപ്പം അതിൻ്റെ അവസാനം അതിൻ്റെ ഒരു ഇത് ഫ്രണ്ട്സിനെ പിരിയുന്നതിൻ്റെ ഒരു ഇത്. ഈ നമ്മളെ വിട്ടു പോകത്തില്ല. ഇവൻ ഞങ്ങളെ ഒരിക്കലും വിട്ടു പോകത്തില്ല. ഞങ്ങൾ എപ്പോഴും ഇവൻ്റെ കൂടെ ഉണ്ടാവും. +1 +2. ഇവരെ കാത്തിരിക്കുന്നത് എല്ലാവരും താഴോട്ട് പോകാം. സിജു, ഇവരെ കാത്തിരിക്കുന്ന ഒരു നമ്മൾ സാധാരണ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടയക്കുന്ന കാഴ്ചയാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായി മാറി. സുജുവിൻ്റെ ആവേശം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സുജു ആണോ പരീക്ഷ എഴുതിയത്, ആ കൂട്ടം വിദ്യാർത്ഥികളാണോ എന്നൊരു സംശയമുണ്ട്. പഴയ 10ാം ക്ലാസ് പരീക്ഷക്കാലം ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു സുജു. തീർച്ചയായും നമുക്ക് പഴയ 10ാം ക്ലാസ് കാട്ടം. നമ്മൾ ഈ സ്കൂളിൽ 40 വിദ്യാർത്ഥികളാണ് ഉള്ളത്. അതിൽ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയാണ് മുമ്പോട്ട് നിൽക്കുന്നത്. മോളെ, എങ്ങനെയാണ് പരീക്ഷയൊക്കെ? ഈ 40 ആങ്ങളമാരില്ലേ, സുഹൃത്തുക്കൾ, എങ്ങനെയുണ്ടായിരുന്നു ഇവരോടുള്ള ലൈഫ്? വിഷമമുണ്ടോ അവർ വിട്ടുപിരിയുന്നത്? നല്ല വിഷമോ? എല്ലാവരും യോഗ വെച്ച എന്താ ഉണ്ടാക്കുന്നത്? സന്തോഷമാണോ? പിന്നെ അങ്ങനെ നമുക്ക് ഇവരെ കാത്തു നിൽക്കും. സിജു, അതാണ് നമ്മളിപ്പോൾ എടുത്തു പറയേണ്ടത്. ഗവൺമെൻറ് ബോയ്സ് സെക്കൻഡറി സ്കൂളാണ്, ബോയ്സ് ഹൈസ്കൂളാണ്. ഇവിടെ ഒരു കാത്തു നിൽക്കുന്ന, ഇവരെ വിദ്യാർത്ഥികളെ കാത്തു നിൽക്കുന്ന ഒരു പറ്റം മാതാപിതാക്കളുണ്ട്. അതിനോടൊപ്പം അവർക്ക് ഈ തവണ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിങ് കൂടി ആക്കി മാറ്റുകയാണ്. അവരുടെ 10ാം ക്ലാസ് പരീക്ഷ തീരുമ്പോഴത്തേക്ക് അതിന് നിരവധി പ്രമുഖ ആളുകൾ ഉൾപ്പെടെ സ്വീകരിക്കാൻ നിൽക്കുന്നു. നമുക്ക് ആദ്യം റിട്ടയർഡ് SP കൂടിയായിരിക്കുന്ന സാറ് ചേരുകയാണ്. സാറേ, ഈ ഒരു പുതിയ ക്യാമ്പയിനിങ്ങിന് തുടക്കം കുറിക്കുകയാണ് നിങ്ങളെ പൂർവ്വ വിദ്യാർത്ഥികൾ. തീർച്ചയായും പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങളൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ പല സ്കൂളിലും നടക്കുന്ന സംഭവങ്ങളാകുമ്പോൾ ഞങ്ങളൊക്കെ വളരെ ആകാംക്ഷഭരിതരാണ്. വളരെ വേദനാജനകമാണ് പല സംഭവങ്ങളും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതെ അവരെ വളരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ തക്കണം എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതനുസരിച്ച് ചെയ്യുകയാണ്. ഇപ്പോഴും ഈ ഒരു സംവിധാനവും ഞങ്ങളത് തന്നെ ഒരുക്കുകയാണ്. അതായത് സിജു പറഞ്ഞു വന്നവരോട് പറഞ്ഞിട്ട് നമുക്ക് ഈ ലൈവിലേക്ക്, അതായത് കുട്ടികൾ നിങ്ങളുടെ ഓട്ടോഗ്രാഫ് ഒന്ന് കാണിച്ചേ. അതായത് സാധാരണ ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന രീതിയാണ് ഓട്ടോഗ്രാഫൊക്കെ എഴുതുക. എന്നാൽ ഇവിടുത്തെ കുട്ടികൾ ഓട്ടോഗ്രാഫ് കൃത്യമായി എഴുതുന്നു. അതിൻ്റെ ഓട്ടോഗ്രാഫ് ഒരു ബുക്ക് സ്കൂളുകാർ തന്നെ നൽകിയതാണ്. ഒന്ന് വായിച്ചെന്നോ? ഞാൻ പറയുന്നത് നോക്കാതെ പറയാം. എന്തോ എഴുതിക്കുന്നേ? ഇത് കൂട്ടുകാരൻ എഴുതി തന്നതാണ്. ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട്. അടുത്തൊന്ന് വായിച്ചേ. ഇത് എൻ്റെ കൂട്ടുകാരനാണ്. ബെസ്റ്റ് ഫ്രണ്ട്, ഡാ ഓക്കെ ഡാ ചങ്കെ, ഇങ്ങനെയുള്ള കുറേ സൗഹൃദമാണ്. സ്കൂളിലെ ഹെഡ് മിസ്സസ് എന്താ ഈ പിള്ളേർക്ക് നമ്മൾ ഓട്ടോഗ്രാഫ് മേടിച്ചു കൊടുത്തല്ലേ?
ഇവിടെ ഓട്ടോഗ്രാഫ് നമ്മുടെ SMCയുടെ ആഭിമുഖ്യത്തിൽ SMC ചെയർമാനായ ബഹുമാനപ്പെട്ട സുനിൽ മുരേൽ സാറാണ് കുട്ടികൾക്ക് ഈ ഓട്ടോഗ്രാഫ് കഴിഞ്ഞ ദിവസം കൊണ്ട് കൊടുത്തത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഞാൻ കൊടുത്തു. ഓട്ടോഗ്രാഫ് അവർ സ്കൂളിലെ അവരുടെ ഗുരുനാഥന്മാരെ കൊണ്ടും അവരുടെ അനുഭവങ്ങളും അവരുടെ സുഹൃത്തുക്കളുടെ കൊണ്ടും ഒക്കെ എഴുതിച്ചതിന് ശേഷം അതിനോടൊപ്പം സൗഹൃദമാണ് ലഹരി എന്നൊരു ആശയം കുട്ടികളിൽ എത്തിക്കാനാണ് ഞങ്ങൾ ഈ ഓട്ടോഗ്രാഫിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കൂടെ ചേട്ടാ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഓട്ടോഗ്രാഫ് കുട്ടികൾക്ക് കൊടുക്കാൻ കാരണം? ഇതിപ്പം വർദ്ധിച്ചു വരുന്ന ലഹരി, ആ ലഹരി യഥാർത്ഥത്തിൽ സൗഹൃദം ആണ് ലഹരി എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് ഓർമ്മയിൽ എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് വരെ അവർ വിദ്യാർത്ഥിയാണ്. ഈ പടി ഇറങ്ങുമ്പോൾ അവർ പൂർവ്വ വിദ്യാർത്ഥിയായി. അപ്പോൾ അവരത് ഓർമ്മയിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റോടെയാണ് നമ്മളിങ്ങനെ ഒരു ആശയം എടുത്തിരിക്കുന്നത്. എല്ലാവരും എനിക്ക് മക്കളെ എല്ലാവരും ഹാപ്പി അല്ലേ? നമുക്ക് ലൈവ് വരുമ്പോൾ ഒരു യോ വെച്ചിട്ട് പിരിയാം. സിജു, ഇതാണ് പിള്ളേരെല്ലാം വലിയ സന്തോഷത്തിലാണ്. അവർ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. അവർ വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ്. ശരി സുജു, എന്തായാലും സുജുവിൻ്റെ ആവേശം കൂടി ആ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടാകണം. ഏതായാലും വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ വലിയൊരു ഒരു കടന്നു കിട്ടിയ സന്തോഷത്തിലാണ് കുട്ടികൾ. പിന്നെ ആ സ്കൂളിൻ്റെ സന്ദേശം സൗഹൃദമാണ് ലഹരി എന്ന ആ സന്ദേശവും വളരെ നല്ല ഒരു മാതൃകാപരമാണ്. ഏതായാലും ഇനി